കഴിഞ്ഞ 13 വർഷക്കാലം പൈതലിനെ ജയത്തോടെ വഴി നടത്തി. വിലപ്പെട്ടതായ ഒരു വാഗ്ദത്തമാണ് പൈതലിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്നത്. അത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. പൈതലിന്റെ ഓരോ വളർച്ചയിലും ദൈവത്തിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ദൈവം കരം പിടിച്ച് വഴി നടത്തട്ടെ. തുടർന്ന് കർത്തദാസന്മാർ ഇപ്പോൾ ആശംസകൾ അറിയിക്കും. അതിനായി ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു. പൈതലിന് ഒരു വർഷം കൂടെ ദൈവം ദാനമായി കൊടുക്കുവാനിടയായി തീർന്നല്ലോ. കഴിഞ്ഞ 13 വർഷക്കാലം ദൈവം പൈതലിനെ കാത്തു പരിപാലിച്ചു. പൈതലിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പുമുണ്ടായിരുന്നു. ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ച് പിന്നെയും മുന്നേറുവാൻ വരുന്ന നാളുകളിൽ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പും അനുഭവിച്ച് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും ദൈവം സൂക്ഷിക്കപ്പെടേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നു. പ്രിയ ഡോണിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമുക്ക് കൂടി വരുവാൻ ദൈവം കൃപ ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 13 വർഷക്കാലം ദൈവം പ്രിയ പൈതലിനെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം വഴി നടത്തുവാനിടയായി തീർന്നല്ലോ. ദീർഘായുസ്സും ആരോഗ്യം കൊടുത്തുകൊണ്ട് ദൈവിക കൃപകളിൽ മുന്നേറുവാൻ പ്രിയ പൈതലിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ എല്ലാവിധമാകുന്ന ആശംസകളും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും പ്രദാനം ചെയ്യുന്ന ഈ ലോക്യം ചിറ്റാർ സഭയുടെ പേരിലുള്ള ആശംസകളും ഈ അവസരത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവം സന്നിധിയിരിക്കും. ഈ വളരെ അനുഗ്രഹീതമായ മാതാപിതാക്കളോട് ചേർന്ന ഇപ്രകാരം പ്രിയ ബെനിപാസ്റ്ററുടെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. നീതിമാൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നീതിമാൻ്റെ സന്തതി അപ്പമിരക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. എനിക്ക് 20 വർഷത്തിന് മുമ്പ് ബെനിപാസ്റ്ററെ എനിക്കറിയാം. വളരെ ശക്തമായി ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുകയും ദൈവമായ ഇടങ്ങളിലൊക്കെ ശക്തിയോടെ ദൈവവചനം സംസാരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുകയും ചെയ്തിരുന്ന ആ കർത്താവിൻ്റെ അഭിഷിക്തന് ലഭിച്ച തലമുറകൾ നിശ്ചയമായും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഈ നമ്മുടെ വാട്ടർ ടാങ്കിലെ വെള്ളം നല്ലതാണെങ്കിൽ പൈപ്പിൽ വരുന്ന വെള്ളവും നല്ലത് തന്നെയായിരിക്കും അല്ലേ? അല്ലാതെ വാട്ടർ ടാങ്കിലെ വെള്ളം മോശമാണെങ്കിൽ പൈപ്പിൽ നല്ല വെള്ളം വരണമെന്ന് വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിശ്ചയമായിട്ടും മാതാപിതാക്കളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ട് അവരിൽ നിന്നുള്ള എല്ലാ ഗുണങ്ങളും ആ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടും അല്ലേ? സാധാരണ പറയുന്ന ഒരു സൈക്കോളജി പ്രകാരം പറയുന്നത് 16 വയസ്സ് വരെ അപ്പൻ രാജാവായിരിക്കും മക്കൾക്ക്, അതിനുശേഷമാണ് ഇച്ചിരി ശത്രുതയൊക്കെ തുടങ്ങുന്നത് എന്നുള്ളതാണ് സാധാരണ ഗതിയിൽ പറയുന്നത്. എന്നാൽ അഭിഷിക്തരുടെ, ദൈവദാസന്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ തലമുറകൾ എന്നും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അവരുടെ മാതാപിതാക്കൾ എന്നും അവർക്കൊരു അനുഗ്രഹമായിരിക്കും. പ്രിയമകന് തീർച്ചയായിട്ടും ഈ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ ചെങ്ങന്നൂരിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ ആശംസകളും മോനെ അർപ്പിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു. പുതുവർഷം ഏറ്റവും അനുഗ്രഹമാകട്ടെ. നമുക്ക് നല്ലൊരു പാട്ടായി ഇപ്പോൾ കേൾക്കാം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. നടോണിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ഈ ക്രമീകരണം ഇന്ന് ചെയ്ത എല്ലാവർക്കും, അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും, ഓൾഡ് ഏജ് ഹോമുമായി ബന്ധപ്പെട്ട അവിടെ മോസ് പാസ്റ്റർ പ്രത്യേകമായി നന്ദി പറയുന്നു. അടവന് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായി ഉയർന്നു വരുവാൻ
കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാ ഫാസ്റ്റേഴ്സും ആദ്യമായിട്ട് കരങ്ങ് വെച്ച് പ്രാർത്ഥിക്കും നമ്മുടെ അടോണ്ട് പുറത്താണ്. അമ്മേ, അതുകൊണ്ട് പലപ്പോഴും ഓർക്കുന്നുണ്ട്, ദൈവമേ എന്നെ തന്നെയാണല്ലോ വന്ന് പിടിക്കുന്നതെന്ന്. അമ്മേ, കർത്താവ് സഹായിക്കട്ടെ. അമ്മേ, ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും മോനെ നിൻ്റെ മേലുണ്ട്. അമ്മേ, നീ ശക്തനായിട്ട് കടന്നു വരിക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു. പാസ്റ്ററിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡർഷിപ്പ് നമുക്ക് നൽകുവാനും അമ്മേ, ഈ പത്തനംതിട്ടയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ, അമ്മേ, ദേശം അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മ ആയി ഇതിനെ രൂപപ്പെടുത്തുവാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ ത്യാഗങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമായി നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കൾക്കും ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച ശേഷം പ്രാർത്ഥിച്ച് കേക്കൊക്കെ മുറിച്ച് അതിനുശേഷം ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദാവീദ് പോരാ, നാളിത് പോരാ, ആയുസ്സ് ഓ ദാവീദ് പോരാ, നാളിത് പോരാ, ഓ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദാവീദ് പോരാ, ദാവീദ് പോരാ, നാളിത് പോരാ, ആയുസ്സത് പോരാ. ഓ ജീവിത പാതയിൽ കാലുകള് ഉടഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളെ ഉടഞ്ഞു വീഴാതെ, ആദ്യ നടത്തിയ നോക്കുമ്പോടെ കണ്ണുകൾ നിറയുത്തി, ആദ്യ നടത്തിയ നോക്കുമ്പോടെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്ദി പറഞ്ഞിടുവാൻ. ദാവീദ് പോരാ, നാളിത് പോരാ, ആയുസ്സ് പോരാ, ദാവീദ് പോരാ, നാളിത് പോരാ. ഓ കാരിരുപാണികൾ പറയപ്പെട്ടത് എന്റെ കാണുന്നു, കാരിരുപാണികൾ പറയപ്പെട്ടത് എന്റെ കാണുന്നു. ക്രൂശില സ്നേഹം നോക്കുമ്പോൾ കണ്ണുകൾ നിറയുത്തി, ക്രൂശില സ്നേഹം കണ്ണുകൾ നിറയുത്തി. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദാവീദ് പോരാ, നാളിത് പോരാ, ആയുസ്സ് പോരാ. ഞാൻ ഇവിടെ നിന്ന് മാത്യു പാസ്റ്ററോട് ചോദിക്കുകയായിരുന്നു, പാസ്റ്റർ കൊച്ചിലെ ഇതുപോലെ ജന്മദിനം ആഘോഷിച്ചുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. പാസ്റ്ററിനോട് പറഞ്ഞു അങ്ങനെ ഓർമ്മയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ചെറുതിലെ എൻ്റെ ജന്മദിന ആഘോഷമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു ജന്മദിനം പോലും ആഘോഷിച്ചതായിട്ട് എൻ്റെ മനസ്സിനെനിക്ക് ഓർമ്മയില്ല. എൻ്റെ കുട്ടികളുടെ ജന്മദിനത്തിന് ഈ ദിവസങ്ങളിലൊക്കെയാണ്, ഈ ഒരു കുറച്ച് സമയമാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. അതിനു മുൻപ് അഡോണ്ടയോ അലോണ്ടയുടെയോ അഡ്രിൻ്റെയോ ഒന്നും ജന്മദിനത്തിന് ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഒരിക്കലും ഞാനൊരു പാസ്റ്റർ ആവുമെന്നൊന്നും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്വപ്നം കണ്ടിട്ടില്ല, ഞങ്ങളുടെ നാട്ടുകാർ സ്വപ്നം കണ്ടിട്ടില്ല. എന്നെ കണ്ട ഒരാൾ പോലും അങ്ങനെ ഒരു സ്വപ്നം മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാനിങ്ങനെ പിള്ളേരോട് ഇടയ്ക്ക് പറയും, അവർക്ക് ഭയങ്കര ഭാഗ്യമുള്ള ആളുകളാണ്. നമ്മുടെ കൊച്ചിലെ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ആളില്ല, ഇങ്ങനെ ചെയ്യരുത്, ഇതിലെ കൂടെ പോകരുത്, ഇതൊന്നും പറഞ്ഞു തരാനായിട്ട് ആളുകളില്ല. എൻ്റെ പിള്ളേരെ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ അടിച്ചിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം വരെ എൻ്റെ പിള്ളേരെ, അതിന് സമയം എനിക്ക് കിട്ടിയിട്ടുമില്ല. പിള്ളേരെ ഇന്ന് വരെ ഞാൻ അടിച്ചിട്ടുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ 3 പേരെയും അവർ എന്നോട് ചേർന്ന് കിടന്ന്, പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഞാൻ ഉറക്കെ പറഞ്ഞാൽ അവരവിടെ നിർത്തും. നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോവാണ്.